Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon all. Prayer പറഞ്ഞോട്ടാ. Thank you, God, for giving. Thank you, God, for giving me a mind that can know and a heart that can love. Help me to stay focused on my studies and encourage me when learning is difficult that I may grasp the truth that is held out before me. Grant me the grace to put my knowledge to use in building the kingdom of God on earth. Salutations to you, O God, who is the goodness. Thank you. Thank you. Sign in. Good afternoon, everyone. Hi, Abarna ma'am. We all welcome the teacher who has come to teach today's class. May God bless all of us who are going to learn new things today and understand them. And we welcome Abarna teacher back to class. Thank you. Thought of the day, ma'am. Good afternoon, പറഞ്ഞോളൂ. ma'am. You cannot change your future, but you can change your habits. And surely your habits will change your future. APJ. Thank you. Thank you. Thank you all. അപ്പോൾ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഈ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തത് ഓർമ്മയുണ്ടോ? Unit 1 Child Development and Growth Factors that affect growth and developmentally. മറ്റേ പേജ് നമ്പർ 37 അതിൽ 3 പോയിന്റ്സ് ഇല്ലേ മാഡം? അതിൽ മൂന്നാമത്തെ പോയിന്റ്സ് വരെ നമ്മൾ പഠിച്ചു. വൺ മിനിറ്റ് ഷെയർ ചെയ്യാം കേട്ടാ. വൺ മിനിറ്റ് കേട്ടോ. ടെക്നിക്കൽ ഇഷ്യൂ തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ. Good afternoon, Miss. ഗുഡ് ആഫ്റ്റർനൂൺ. ഒന്നുകൂടി പറയോ ഏത് പോർഷനാണ് നമ്മൾ ലാസ്റ്റ് എടുത്തത്? പോസ്റ്റ്നന്റൽ. ഓക്കെ. മാം ഇനി ലൈഫ് അല്ലേ എടുക്കേണ്ടത്? ലൈഫാണ് ഇനി എടുക്കേണ്ടത്. ലൈഫാണ് എടുക്കേണ്ടത്. ലൈഫ്. ഓക്കെ. മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് നമ്മൾ പറഞ്ഞല്ലോ, സ്റ്റേജസ് പറഞ്ഞില്ലേ, ഏത് മന്തിലാണ് ഇന്നതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതെല്ലാം പറഞ്ഞു. അപ്പൊ ലൈഫാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? ഓക്കെ. ഒരു ഹ്യൂമൻ ബീയിന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അത് നമ്മള് എന്താ പറയാ, ഫാദേഴ്സിൽ നിന്ന് സ്പേം സെല്ല് മദേഴ്സിന്റെ എഗ് ആയിട്ട് എന്ത് ചെയ്യുമ്പോ കൺസെപ്ഷന്റെ ടൈമിലാണ് നമ്മൾ ലൈഫ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ കൺസ്യൂം ആകുമ്പോൾ ആ ഫോം ചെയ്യുന്ന ആ സിംഗിൾ സെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈഗോട്ട് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? സൈഗോട്ട്. 1 മിനിറ്റ്. One minute കേട്ടോ.
take example. One minute, video share ചെയ്യാൻ പറ്റുമോ നോക്കിയതാണ്. ഒരു മിനിറ്റ് വീഡിയോ നോക്കട്ടെ. നോക്കാട്ടെ വീഡിയോ ശ്രദ്ധിക്കാൻ എല്ലാവരും. ഓക്കെ, ലൈഫ് എന്ന് പറയുന്നത് ലൈഫ് എപ്പോഴാണ് ബിഗെയിൻ ചെയ്യുന്നത്? ഫാദറിന്റെ എടുത്തത് സ്പേം സെല്ല്, അതേപോലെ മദറിന്റെ ഭാഗത്തുള്ള എഗ് സെല്ല് കൂടി എന്ത് ചെയ്യുമ്പോൾ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോഴാണ് നമുക്കൊരു സിംഗിൾ സെല്ലായിട്ട് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. സൈഗോട്ടില് നോക്കാം, ലൈഫ് ബിഗെയിൻസ് അറ്റ് ദ കൺസെപ്ഷൻ വെൻ എ sperm cell from the father fertilizes with the eggs from the mother to form a single cell called zygote. നമ്മൾ ആദ്യം കണ്ടില്ലേ? അപ്പോ ആ സ്പെർം എൻ്റർ ആയിട്ട് അല്ലെങ്കിൽ എഗ് ഒരുമിച്ച് ഫെർട്ടിലൈസ് ആവുമ്പോൾ ആ സിംഗിൾ സെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈഗോട്ട് എന്ന് പറയുന്നത്. അവിടെ മുതലാണ് നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ആവുന്നത്. The zygote, which is fertilized cell, contains 46 chromosome. അപ്പൊ സൈഗോട്ട് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫെർട്ടിലൈസ്ഡ് സെല്ലാണ്. അതിലെത്ര ക്രോമസോംസ്? 46 ആണ്. ഒരു മിനിറ്റ്, 1 മിനിറ്റ്, എന്തൊരു ഡിസ്റ്റർബൻസ് നോക്കട്ടെ. നോക്കുക, 46 chromosomes ആണുള്ളത്. ആൻഡ് ദ മദർ ആൻഡ് ഫാദർ കോൺട്രിബ്യൂട്ട് 23 ഈച്ച്. രണ്ടുപേരും എത്ര വീതമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? 23 ഈച്ച് ആണ്. ഇവിടെ ഒരു എച്ചിന്റെ കുറവുണ്ട്, അതിലൊന്ന് ഈച്ച് എന്നാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, 100 ഓഫ് ഇൻവിസിബിൾ പാർട്ടിക്കിൾ. നമ്മൾ ഈ പറഞ്ഞ ക്രോമസോംസിൽ നമുക്ക് കാണാൻ പറ്റാത്ത തിന്നി ആയിട്ടുള്ള 100 ഓഫ് ഇൻവിസിബിൾ പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ജീൻ. അല്ലെങ്കിൽ നമ്മള് DNA എന്ന് പറയും അല്ലെ? നമ്മുടെ ഇമേജിൽ കാണുന്ന പോലത്തെ ഭയങ്കര ഇൻവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ ഇൻവിസിബിൾ പാർട്ടിക്കിൾസിന്റെ അകത്താണ് നമ്മളിപ്പോ പറയാറില്ലേ, എന്താ പറയാറ്, നമുക്ക് ഹെറിഡിറ്ററി ട്രെഡ്സ് ഉണ്ട്. ഇപ്പൊ അച്ഛനെ പോലെയാണ്, അല്ലെങ്കിൽ അമ്മനെ പോലെയാണ് കാണാനായിട്ട്, അല്ലെങ്കിൽ മൂക്കച്ഛനെ പോലെയാണ്, അങ്ങനെയൊക്കെ പറയാറില്ലേ? അതെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള ആ ഒരു പാർട്ടിക്കിൾസിന്റെ അകത്താണ് ഈ ഹെറിഡിറ്ററി ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളത്. 100 of invisible particles called genes are found within each of these thread-like bodies. The thread-like bodies are invisible ആയിട്ടുള്ള 100 of invisible particles ഉണ്ട്. ആ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. These genes control the hereditary threads. ഈ ജീനുകളാണ് നമ്മുടെ ഹെറിഡിറ്ററി threadsനെ കൺട്രോൾ ചെയ്യുന്നത്. പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറ്റം കിട്ടുന്ന ത്രെഡ്സുകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഏതാണ്? ഈ ജീനുകളാണ്.
The mother contribute 23 X chromosomes. അമ്മ ഏത് chromosomes ആണ് contribute ചെയ്യുന്നത്? X ആണ്. And the father contribute either 23 X chromosomes or 22 X chromosomes and Y chromosome and 1 Y chromosome. അപ്പോൾ അമ്മ എന്ന് പറയുമ്പോൾ എപ്പോഴും X chromosomes മാത്രമാണ് എന്ത് ചെയ്യുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അച്ഛൻ ഒരു X chromosome 23 X chromosome or 22 X ഒരു വഴിയും എന്ത് ചെയ്യുന്നുണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഏത് ക്രോമസോംസ് ആണ്? അത് നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ആണ്. ഏത് ക്രോമസോംസ് ആണ്? X and Y chromosomes ആണ് ഒരു കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇഫ് ദ ഫാദർ കോൺട്രിബ്യൂട്ട് 23 X, അങ്ങനെയാണെങ്കിൽ കുട്ടി ഫീമെയിൽ ആയിരിക്കും. And if it is 22 X and 1 Y, the child will be male. Okay. അപ്പൊ ഫീമെയിൽ ആണോ മെയിൽ ആണോ ജനിക്കാൻ പോകുന്ന കുട്ടി എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? എന്താണ്? ഫാദറിന്റെ ഭാഗത്തുനിന്നുള്ള ക്രോമസോംസിന്റെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? കുട്ടി പെൺകുട്ടി ആവണോ ആൺകുട്ടി ആവണോ എന്ന് തീരുമാനിക്കുന്നത്. പണ്ട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇതിന് മുമ്പാണ് എന്താണ് പെൺകുട്ടികള് അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കുറ്റൊക്കെ ആയിട്ട് പറയും അല്ലെ, കമന്റ് ഒക്കെ പറയും. എന്നുവെച്ചാല് അത് അമ്മയുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണ്. അല്ലെങ്കിൽ സ്ത്രീകളെ ആയിരുന്നു മുമ്പ് ആൺകുട്ടികൾ ഇല്ലാത്തതിന്, അല്ലെങ്കിൽ എന്താ പറയാ ആൺകുട്ടികൾ ഇല്ലാത്തതിന് കുറ്റം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആരാണ് ഇവിടെ വില്ലൻ? അല്ലെങ്കിൽ അച്ഛന്മാരുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ ആണ് അതിനെ അഫക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു സൈഗോട്ട് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈഫ് ബിഗെയിൻ ചെയ്യുന്നത് പറയുന്നത് എപ്പോഴാണ്? ഒരു സിംഗിൾ സെല്ലായ സൈഗോട്ട് എപ്പോഴാണോ ഫോം ആകുന്നത് അപ്പോൾ മുതലാണ് ഒരു ലൈഫ് ബിഗെയിൻ ആകുന്നത്. അപ്പൊ ഈ സൈഗോട്ടില് നോക്കാട്ടോ, കുറച്ച് മാർക്ക് ചെയ്യാം. ലൈഫ് ബിഗെയിൻ എപ്പോഴാണെന്നുള്ളത് മാർക്ക് ചെയ്യണം. സൈഗോട്ടില് എത്ര ക്രോമസോംസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാർക്ക് ചെയ്യണം. കാരണം ഈ ലൈഫ് എന്നുള്ളൊരു പോർഷന് മാത്രം ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ അതില് എത്ര ക്രോമസോംസ് വീതമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം. പിന്നെ അമ്മയും ആ ഒരു സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഏതൊക്കെ ക്രോമസോംസിന്റെ നോക്കിയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ നോക്കിയത് ലൈഫാണ്. ലൈഫ് ബിഗെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പേം സെല്ലും ഈ എഗ് സെല്ലും ഒരു ഫെർട്ടിലൈസ് ആകുന്ന ആ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ പറയുന്ന ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് സിംഗിൾ സെല്ലായ സൈഗോട്ട് ഫോം ചെയ്യുന്നത്. സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിൽക്കുകയല്ല ചെയ്യുന്നത്, പതുക്കെ അത് എന്ത് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് ഇല്ലേ? ആ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ സെൽ മൾട്ടിപ്ലിക്കേഷൻ കണ്ടോ? നിങ്ങൾ ഒറ്റ സിംഗിൾ സെൽ ഫോം ചെയ്ത് സെൽ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ആ സിംഗിൾ സെല്ല് മൾട്ടിപ്ലൈ ചെയ്ത് അത് വലുതാവുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഫെലോപ്പിയൻ ട്യൂബ് വഴി അത് ഇവരുടെ യൂട്രസിലേക്ക് എത്തുന്നുണ്ട്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ലൈഫ് സൈഗോട്ട് ഫോം ആയി ഇനി അടുത്ത പീരീഡിനെയാണ് നമ്മൾ പറയുന്നത് പീരീഡ് ഓഫ് ഓവം. ഇതാണ് പീരീഡ് ഓഫ് ഓവം. ദ കൺസെപ്ഷൻ ടു ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക്. പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത് കൺസെപ്ഷൻ ടു എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക് ആണ്. നോട്ട് ചെയ്യാം. അത് പീരീഡ് ഓഫ് ഓവം ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. 1 മിനിറ്റ്. ഓക്കെ, അതൊന്നും മാർക്ക് ചെയ്ത് വയ്ക്കാം. ആഫ്റ്റർ ദ എഗ് ഈസ് ലിബറേറ്റഡ് ഫ്രം ദ ഓവർ. നമുക്കറിയാലോ, നമുക്ക് 2 ഓവറീസ് ആണുള്ളത്. എല്ലാ മന്തും നമുക്ക് ഓരോ എന്ത് ചെയ്യുന്നുണ്ട്? ഡെലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ഓവറിൽ അത് പുറന്തള്ളുന്നുണ്ട്. ഇറ്റ് മൂവ്സ് ഇൻ ടു ഫെലോപ്പിയൻ ട്യൂബ്. അത് എങ്ങനെയാണ് മൂവ് ആകുന്നത്? ഫെലോപ്പിയൻ ട്യൂബിലേക്കാണ് മൂവ് ആകുന്നത്. ഇറ്റ് സ്റ്റേ there about 24 hours. എത്ര ടൈം അത് സ്റ്റേ ചെയ്യുന്നുണ്ട് ഫെലോപ്പിയൻ ട്യൂബില്? 24 മണിക്കൂറാണ് അത് സ്റ്റേ ചെയ്യുന്നത്. എത്ര മണിക്കൂറാണ്? സോറി കേട്ടോ, എത്ര മണിക്കൂറാണ്? 24 മണിക്കൂർ സ്റ്റേ ചെയ്യുന്നു. വെയിറ്റിംഗ് ഫോർ എ സിംഗിൾ സ്പേം ടു ഫെർട്ടിലൈസ് ഇറ്റ്. അത് എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യണം? സിംഗിൾ സ്പേം ആയിട്ട് ഫെർട്ടിലൈസ് ആവാൻ വേണ്ടി 24 മണിക്കൂർ നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിൽ വെയിറ്റ് ചെയ്യണം. അപ്പോൾ 24 മണിക്കൂർ കഴിയുമ്പോൾ ഫെർട്ടിലൈസ് ആയി. വിത്തിൻ 24 hours
being fertilized, it being divided very fast into many cells. നമ്മൾ ആ ഇമേജ് കണ്ട പോലെ ഒരു സ്പെർം സെല്ല് വന്നു, ഒത്തിരി സ്പെർമുകൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള സ്പെർം ആയിരിക്കും എഗ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഇത് ഫെർട്ടിലൈസ് ആകുന്നത്. ഫെർട്ടിലൈസ് ആയി അങ്ങനെ വരും. ഫെർട്ടിലൈസ് ആയതിനു ശേഷം ആ സെൽസുകൾ എന്ത് ചെയ്യാൻ തുടങ്ങും, ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. വെരി ഫാസ്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. ഇറ്റ് കീപ് ഡിവൈഡിങ് ആസ് ഇറ്റ്സ് മൂവ് സ്ലോലി ത്രൂ ദ ഫെലോപ്പിയൻ ട്യൂബ് ടു ദ യൂട്രസ്. നമ്മൾ ആ ഒരു അനിമേഷൻ വീഡിയോയിൽ കണ്ട പോലെ അത് ഡിവൈഡ് ചെയ്യുന്നതിനൊപ്പം അതൊക്കെ അത് മൂവ് ചെയ്ത് എവിടേക്ക് വരും, യൂട്രസിലേക്ക് വരും. ആൻഡ് അറ്റാച്ച് ടു ദ ലൈനിങ് ഓഫ് ദ യൂട്രസ്. എന്നിട്ട് യൂട്രസിന്റെ ലൈനിങ്ങിലോട് അറ്റാച്ച് ആവും. അങ്ങനെ അറ്റാച്ച് ആവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇംപ്ലാന്റേഷൻ. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ടു ഗ്രോ. നമ്മളുടെ യൂട്രസിൽ വന്ന് അറ്റാച്ച് ആയതിനു ശേഷം അത് എന്ത് ചെയ്യാൻ തുടങ്ങും, അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് ഗ്രോ ചെയ്യാൻ തുടങ്ങും. അറ്റ് ദ പോയിന്റ് ഓഫ് ഇംപ്ലാന്റേഷന്റെ സമയത്താണ് നമ്മുടെ പ്ലാസന്റ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ആവുന്നത്. From which the umbilical cord extended to fertilized ovum. നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ഓവത്തിൽ നിന്ന് umbilical cord നമ്മുടെ പ്ലാസന്റ വഴിയാണ് നമുക്ക് കുട്ടിക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും അതേപോലെ ഓക്സിജനും വാട്ടറും ഒക്കെ കിട്ടുന്നത്. അപ്പൊ പ്ലാസന്റ ഗ്രോ ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്, ഇംപ്ലാന്റേഷൻ സ്റ്റേജിലാണ് പ്ലാസന്റ ഡെവലപ്പ് ചെയ്യുന്നത്. 1 minute. അത് ഇമേജ് എത്ര ഒരു ഇമേജ് നിങ്ങൾ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, നിങ്ങളിപ്പോ ഈ കാണുന്നതില് ഇതുണ്ട്, പ്ലാസന്റ ആണ്. ഓക്കെ, എന്താണ് ഇത്, പ്ലാസന്റ ആണ്. കുട്ടിക്ക് വേണ്ട മരപിള്ള എന്ന് പറയും മലയാളത്തില്, മരപിള്ള എന്ന് പറയും കേട്ടോ. ഓക്കെ, കുട്ടി ജനിക്കുക അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു ഫോർമേഷന് മുമ്പേ കുട്ടിക്ക് വേണ്ടി ഫോം ചെയ്യുന്നതാണ് ഈ പ്ലാസന്റ എന്ന് പറയുന്നത്. പ്ലാസന്റ എന്ന് പറയുന്നത് കുട്ടിക്ക് വേണ്ടി നേരത്തെ ഫോം ചെയ്യുന്നത്, അതിനെ ഫോം ചെയ്യുന്ന ഒരു ഇതാണ് പ്ലാസന്റ എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണ്ട പ്രോട്ടീൻസും ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലാസന്റ വഴിയാണ്. ടെമ്പററി ഓർഗനാണ് ഡെവലപ്പിംഗ് യൂട്രസ്. ഇമേജ് കാണിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഓക്കെ, പ്ലാസന്റ എന്ന് പറയുന്നത് നമുക്ക് കുട്ടിക്ക് വേണ്ട ഓക്സിജൻ ന്യൂട്രിയൻസ് ഒക്കെ അമ്മയുടെ ബ്ലഡ് സ്ട്രീമിൽ നിന്ന് കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടെമ്പററി ആയിട്ടുള്ള ഓർഗനാണ്. നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ നമ്മളത് റിമൂവ് ചെയ്ത് കളയാറാണ് പതിവ്. അപ്പം മലയാളത്തിൽ മരപിള്ള എന്നൊക്കെ പറയും. അത് പോയിന്റ് ഓഫ് ഇംപ്ലാന്റേഷൻ പ്ലാസന്റ ഡെവലപ്പ്. ഇംപ്ലാന്റേഷന്റെ സമയത്ത് തന്നെ പ്ലാസന്റ ഡെവലപ്പ് ചെയ്യുന്നത്. ഫ്രം വിച്ച് ദ umbilical cord extended to fertilized ovum. നമ്മുടെ umbilical cord fertilized ovum ആയിട്ട് കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പ്ലാസന്റ എന്ന് പറയുന്നത്. In this way, the fertilized ovum zygote receive nutrition from the blood stream of the mother. അപ്പൊ അമ്മയുടെ ബ്ലഡ് സ്ട്രീമിൽ നിന്ന് കുട്ടിക്ക് വേണ്ട അല്ലെങ്കിൽ സൈഗോട്ടിന് വേണ്ട ന്യൂട്രീഷൻസ് ഒക്കെ കിട്ടുന്നത് ഏത് വഴിയാണ്, പ്ലാസന്റ വഴിയാണ്. അപ്പൊ നമ്മൾ പീരീഡ് ഓഫ് ഓവം ആണ് പറഞ്ഞത്. എഗ് ഓവറിൽ നിന്ന് ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24 hours ഫെലോപ്പിയൻ ട്യൂബിൽ എന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. 24 മണിക്കൂർ വെയിറ്റ് ചെയ്ത് അതെന്ത് ചെയ്യാണ്, അത് വെയിറ്റ് ചെയ്ത് ഇപ്പൊ ഫെർട്ടിലൈസ്ഡ് ആവുകയാണെങ്കിൽ നമ്മളത് ഡിവൈഡ് ചെയ്ത് സെൽസ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മൂവ് ചെയ്ത് ഫെലോപ്പിയൻ ട്യൂബ് വഴി മൂവ് ചെയ്ത് യൂട്രസിന്റെ അറ്റാച്ച് വന്ന് ലൈനിൽ വന്ന് അറ്റാച്ച് ചെയ്യാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇംപ്ലാന്റേഷന്റെ ടൈമിൽ തന്നെ പ്ലാസന്റ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. ഈ പ്ലാസന്റ വഴിയാണ് കുട്ടിക്ക് വേണ്ട ന്യൂട്രീഷ്യൻസ് അതേപോലെ ഓക്സിജൻ ഒക്കെ അമ്മയുടെ ബ്ലഡ് സ്ട്രീമിൽ നിന്ന് കുട്ടിക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പറയുന്നത് പീരീഡ് ഓഫ് എംബ്രിയോ ഉണ്ട്. എന്താണ് പീരീഡ് ഓഫ് എംബ്രിയോ? ദ പീരീഡ് ഫ്രം ദ
2nd to 8th week after the conception. 2nd മുതൽ 8th week വരെയുള്ള പീരീഡിനെയാണ് എന്ത് പറയുന്നത്, പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത്. The first 2 months the new life is called embryo. ആദ്യത്തെ രണ്ട് മാസം ഉള്ള കുട്ടിയുടെ ലൈഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ടൈമിലാണ് കുട്ടിയുടെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓർഗൻസ് ഒക്കെ അല്ലെങ്കിൽ അതൊക്കെ ഫങ്ഷൻ ചെയ്ത് തുടങ്ങുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കുട്ടിയുടെ ബോഡിയിൽ ഏറ്റവും ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഓർഗൻ ഏതാണെന്ന് അറിയാമോ? ഹാർട്ടാണ്. നമ്മള് കുട്ടി പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസ് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് സ്കാനിൽ നമ്മൾ നോക്കുന്ന ഹാർട്ട് ബീറ്റ് ആണ്. കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് വന്നോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ഹാർട്ട് ബീറ്റ് വന്നു കഴിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. എന്നുവെച്ചാല് ഭയങ്കര ഹാപ്പിനെസ് ആണ്. കാരണം ഓക്കെ ഹാർട്ട് ബീറ്റ് ഓക്കെ ആണ്, ബാക്കിയെല്ലാം നോർമൽ ആയിട്ട് വരും. ഫസ്റ്റ് ബോഡി ഫസ്റ്റ് ഓർഗൻ ആണ് ഒരു ബോഡി, ഒരു ഹ്യൂമൻ ബീയുടെ ഏറ്റവും ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇന്റേണൽ ഓർഗൻ ആണ് എന്ത്, ഹാർട്ട് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. The period of embryo, the period from 2nd to 8th week after conception. For the first 2 months, a new life is called embryo. During this period, all important external and internal resource starts to develop and function. Different cells are made, such as blood cells, bone cells, muscles, cells that are formed ചെയ്യുന്നുണ്ട്. By the 8th week, ഒരു 8 ആഴ്ച ആവുമ്പോഴേക്കും the tiny heart had been beating for almost a month. ചെറിയൊരു ഹാർട്ട്, തിങ്ങിയ ഹാർട്ട് എന്താണ് ബീറ്റ് ചെയ്യാൻ തുടങ്ങും. The lungs, അതിന് ശേഷമാണ് ലങ്സ്, ലിവർ, സ്റ്റൊമക്ക്, ബ്രെയിൻ ഒക്കെ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. The lungs, liver, stomach and the brain start to form and sex organs are also developed enough to determine the sex of the embryo. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഇന്റേണൽ ഓർഗൻസും എക്സ്റ്റേണൽ ഓർഗൻസും ഒക്കെ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ലൈഫില് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ലൈഫില് ഏറ്റവും ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഇന്റേണൽ ഓർഗൻ ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതണം, ഹാർട്ട്. അത് നോട്ട് ചെയ്ത് വെക്കണോണ്ട് ഹാർട്ടാണ്. അതിങ്ങനെ ഒരിക്കലും ചോദിക്കുന്നത് ഫസ്റ്റ് ഓർഗൻ, ഫസ്റ്റ് എന്താണ് ഇന്റേണൽ ഓർഗൻ ഡെവലപ്പ് ഇൻ ആൻ എംബ്രിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, ഹാർട്ട് കഴിഞ്ഞ് നമ്മൾ വരുന്നത് പീരീഡ് ഓഫ് ഫെറ്റസ്. അത് ഫ്രം ദ 8th week ടു അൺടിൽ ബർത്ത് വരെ നമുക്ക് ആ പീരീഡിനെ പറയാൻ പറ്റും. ഒരു 5 മാസമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഹാർട്ട് ബീറ്റ് ഒക്കെ അറിയാൻ പറ്റില്ലേ, അനക്കൊക്കെ അറിയാൻ പറ്റില്ലേ കുട്ടിയുടെ? ചോദിക്കാറില്ലേ ഡോക്ടർ അനക്കം കിട്ടുന്നുണ്ടോ എന്നൊക്കെ? ശരിയാണ്, കാരണം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കുട്ടിയുടെ ഗ്രോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനായിട്ട്. അനക്കം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ചില സമയത്ത് ഒറ്റ അനക്കില്ലാണ്ടാവുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. അപ്പം ഞാൻ കൺസ്യൂം ആയ സമയത്ത് പറയുകയാണെങ്കിൽ മോളങ്ങനെ അധികം അനക്കൊന്നും ഇല്ലാത്ത ടൈപ്പായിരുന്നു. അധികം അനക്കം അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ മോൻ പക്ഷെ അങ്ങനെയല്ലായിരുന്നു, ഭയങ്കര ചവിട്ടും കുത്തൊക്കെയാണ്, ഭയങ്കര അനക്കായിരുന്നു. അതേപോലെ ചോക്ലേറ്റോ മധുരമുള്ളത് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാല് ഞാൻ മധുരമുള്ളത് കഴിക്കുന്നത്, പക്ഷെ ആള് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും തോന്നുന്നുണ്ട്, ഭയങ്കര ചവിട്ടും കുത്തൊക്കെയായിരുന്നു. അപ്പൊ ആദ്യത്തെ മോളാണ്. അപ്പൊ ആ സമയത്ത് അധികം അനക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനത് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ അനക്കം കിട്ടാൻ വേണ്ടിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് ഒക്കെ ചെയ്യുമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളൊരു ഭയങ്കര ആഗ്രഹമല്ലേ കുട്ടിയുടെ അനക്കം കേൾക്കുന്നു, ഹാർട്ട് ബീറ്റ് കേൾക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ടൈമില് അധികം അനക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മോന്റെ കേസിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു, ഭയങ്കര അനക്കൊക്കെ ആയിരുന്നു ആള്. നമുക്ക് അതേപോലെ തന്നെ ഒരു 9 months 8 months ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കൈയിന്റെ ഒക്കെ ഷേപ്പില്, കുട്ടിയുടെ കൈയിന്റെ ഒക്കെ ഷേപ്പ് നമുക്ക് നമ്മുടെ സ്റ്റൊമക്കിലൊക്കെ കാണാൻ പറ്റും. ചിലവർക്ക് ഭാഗ്യമുള്ളവർക്ക് കാണാൻ പറ്റും. കൈയ്യ് അതേപോലെ കാലിന്റെ ഒക്കെ ഷേപ്പ് നമുക്ക് കാണാൻ പറ്റും. മേബി അത് ഓരോരുത്തരുടെ ഇതനുസരിച്ചിരിക്കും, മേബി കാണാതിരിക്കാം. ഓക്കെ, all the organs grow bigger and stronger. അപ്പോൾ നമ്മുടെ 8 week കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗൻസ് കുറച്ചും കൂടി ബിഗർ സ്മോളർ ആയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, ഗ്രോ ചെയ്യാൻ തുടങ്ങും. ഫ്രം ദ 5th month onwards one can hear through stethoscope. നമുക്ക് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് 5th month ഒക്കെ ആയി കഴിയുമ്പോൾ സ്റ്റെതസ്കോപ്പ് വഴി നമുക്ക് ഹിയർ ചെയ്യാൻ പറ്റും. ബോഡി മൂവ്സ് ഫ്രീലി, ബോഡി ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. One can feel the mother's skin bulging where the arms or legs is sticking out.
ചവിട്ടുമ്പോഴൊക്കെ നമുക്കത് അറിയാൻ പറ്റും. നമ്മൾ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അവിടെ കാലുകൾ പോലെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സംടൈംസ് ദ ബേബീസ് suck their thumbs, some yolk stretch out, maybe ചില സമയത്ത് കുട്ടി സക്ക് ചെയ്തുകൊണ്ടായിരിക്കും കിടക്കുന്നത്. മേ ബി സ്ട്രെച്ച് ഒക്കെ ചെയ്യുന്നത് നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. പിന്നെ നമ്മള് വയറ്റില് ഇടയ്ക്ക് ചവിട്ട് കുത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ എന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നൈറ്റ് നമ്മൾ ഉറങ്ങാൻ കിടക്കില്ലേ, അപ്പോഴാണ് ആളെന്ത് ചെയ്യുന്നത് സ്ട്രെച്ച് ഒക്കെ ചെയ്യാൻ തുടങ്ങുന്നത്. ആൾക്ക് കഴിക്കാനുള്ള മൂടാണെന്ന് തോന്നുന്നത് ആ സമയത്ത്, രാത്രിയാണ്. അപ്പൊ ആ സമയത്ത് സ്ട്രെച്ച് ഒക്കെ ചെയ്യും. അപ്പൊ ഞാൻ ഉറങ്ങാനായിട്ട് ക്ഷീണിച്ച് വന്ന് കിടക്കായിരിക്കും. അപ്പോഴാണ് എന്താ പകലും മുഴുവനും ആള് നമ്മൾ നടക്കാണ്. അതിൽ നടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഭയങ്കരമായിട്ടൊരു മൂവ്മെന്റ് ആണല്ലോ ബോഡിക്ക്. അപ്പൊ എന്തോ തൊട്ടിലാടുന്ന പോലെ ആള് ഫീൽ ചെയ്യാണ് നടക്കുമ്പോ. പിന്നെ ആള് നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ കിടക്കുമ്പോൾ ആൾക്കത് ഫീൽ അതേ രീതിയിൽ തന്നെ വേണമെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണ്. അത് കഴിഞ്ഞ് വരുന്ന പിരീഡാണ് ദ ബേബി അറ്റ് ബർത്ത്. ഒരു 9 മാസം ആവുമ്പോഴേക്കും എന്താണ് നമ്മള് ബർത്തിന്റെ ടൈമിലേക്ക് എത്താണ്. 9 മാസം 9 ദിവസം 9 മണിക്കൂർ അങ്ങനത്തെ ഒരു ടൈമാണ്. സോ ദ ബേബി അറ്റ് ബർത്ത്, കുട്ടിയുടെ ജന്മസമയം. അപ്പോ കുട്ടിക്ക് നോർമലി 7 pounds 3 kgs എങ്കിലും നോർമൽ വെയിറ്റ് വേണം അല്ലെ. കുട്ടിയുടെ ഫസ്റ്റ് നമ്മള് കുട്ടി കരഞ്ഞോ എന്ന് ചോദിക്കാം. ജനിച്ചപ്പോ കുട്ടി കരഞ്ഞോ എന്ന് ചോദിക്കാറില്ല നമ്മളുടെ അടുത്ത്. പാരന്റ്സ് ഗ്രാൻഡ് പാരന്റ്സ് ആരാവട്ടെ അവർ ചോദിക്കാറുണ്ട്. കരഞ്ഞോ കുട്ടി ജനിച്ചപ്പോ തന്നെ കരഞ്ഞോ? അത് എന്തിനാ ചോദിക്കുന്നത് വെച്ചാല് കരയുമ്പോ അവന് ആദ്യമായിട്ട് ഇത്രയും നാള് അമ്മയുടെ വയറ്റില് സുഖമായിരുന്നു. ഓക്സിജൻ ന്യൂട്രീഷൻസും എല്ലാ കാര്യവും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പുറത്തേക്ക് വന്നതിന് ശേഷം അവിടെ ഓക്സിജൻ സ്വയം എടുക്കണം. അതിന് വേണ്ടിയിട്ട് അവരുടെ ലെഗ്സ് ഒക്കെ ഓപ്പൺ ആക്കാൻ അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്ത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ക്രൈ ഇല്ലേ, ആദ്യം കരയുന്നത്, അതാണ് അവരത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ക്രൈ എന്ന് പറയുന്നത് ആ ലെഗ്സ് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ കരച്ചില്, പിന്നെ അതേപോലെ ഞാൻ ഫസ്റ്റ് അമ്മയെ സമയത്ത് തുമ്മുന്നു, കുട്ടി മോള് തുമ്മണ്. ഞാൻ പറഞ്ഞു ഡോക്ടർ പീഡിയാട്രിഷ്യൻ ചെക്കപ്പിന് വന്നപ്പോ ഞാൻ പറഞ്ഞു മോള് തുമ്മുണ്ട് ഇടയ്ക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ കുട്ടികൾ നോക്കുന്ന ഡോക്ടർ ഏജ്ഡ് ആണ്. അവൻ പറഞ്ഞു ആള് തുമ്മിക്കോട്ടേടോ, അവൾ ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ, ഇവിടുത്തെ പരിസരമൊക്കെ ആയിട്ടൊന്ന് ശീലമാവണ്ടേ, ആള് തുമ്മും ചുമയ്ക്കും. അതൊക്കെ അവരുടെ ആ ഒരു എൻവയോൺമെന്റിനോടുള്ള അഡാപ്റ്റേഷന്റെ ഭാഗമാണ്, വേറെ പ്രശ്നമൊന്നുമില്ലാലോ പറഞ്ഞിട്ട് പോയി. അപ്പോഴും മനസ്സിലായത് വെച്ചാൽ കുറെ നാൾക്ക് മുമ്പാണ് ഉണ്ടാവും, നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിനൊക്കെ ഒരുപാട് മുമ്പാണ്. അതുകൊണ്ട് അപ്പൊ നമ്മള് കുട്ടികൾ ആ സമയത്ത് കാണിക്കുന്ന ഇതേപോലത്തെ സിംറ്റംസ് ഒക്കെ എന്താണ്, അവര് ഈ നമ്മുടെ എൻവയോൺമെന്റ് ആയിട്ട് അഡാപ്റ്റ് ആവാൻ വേണ്ടി എടുക്കുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സുകളാണ്. അപ്പൊ നമ്മൾ നോക്കാം. ദ ബേബി അറ്റ് ബർത്ത് ആണ്. ദ നോർമൽ വെയിറ്റ് ഓഫ് ദ ചൈൽഡ് ഈസ് അബൌട്ട് 7 pounds or 3 kg. The first cry after the birth helps the lungs of the child to being functioning. ആദ്യത്തെ ആ കരച്ചില് അത് ആ കുട്ടീന്റെ ലെഗ്സ് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എ ന്യൂ ബോൺ ചൈൽഡ് ട്രൈസ് ടു അഡ്ജസ്റ്റ് വിത്ത് ദ ന്യൂ എൻവയോൺമെന്റ്. അതിന് ഒട്ടും പരിചയമില്ലാത്ത എൻവയോൺമെന്റ് ആണ് ഇത്. അപ്പൊ ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ശരിക്കും അമ്മയുടെ വയറ്റിൽ 37 ഡിഗ്രി ആ ഒരു ചൂടിലാണ് നടക്കുന്നത്. പുറത്തേക്ക് വരുമ്പോ നമ്മൾ അവരെന്ത് ചെയ്യണം, നല്ല രീതിയിൽ പാമായിട്ട് നിർത്താൻ ശ്രമിക്കണം. നല്ല ചൂടുള്ള കുപ്പായങ്ങളും നല്ല കംഫർട്ടബിൾ ആയിട്ട് നമ്മളിങ്ങനെ എന്താ പറയാ, നല്ല രീതിയിൽ അത് കംഫർട്ടബിൾ ആയിട്ട് പൊതിഞ്ഞ് സൂക്ഷിക്കണം. The child sudden walking, choking, irregular respiration, ceasing, similar symptoms of instability in the initial period after the birth show its reaction while it attempt to adjust to the new environment. ഇതെല്ലാം എന്താണ്, ഈ സിംറ്റംസ് എല്ലാം നമ്മൾ പുതിയൊരു എൻവയോൺമെന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു ഇതാണ്. അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ സിംറ്റംസ് എല്ലാം പ്രകടിപ്പിക്കുന്നത്. അതെല്ലാം നോർമൽ ആണ്, എല്ലാ കുട്ടികളിലും നോർമൽ ആയിട്ട് വരുന്നതാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവരുടെ എൻവയോൺമെന്റ് ആയിട്ട് ഒരു അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി എടുക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഈ പറഞ്ഞ എന്താണ് തുമ്മുന്നതും ചുമക്കുന്നതും അതേപോലെ ഇറഗുലർ റെസ്പിറേഷൻസും ഫേസിങ്ങും ഒക്കെ. അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞത് ലൈഫ് മുതലാണ്. ലൈഫ് മുതൽ 1 വിടം വരെ ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും.
റീഡ് ചെയ്തോ എല്ലാവരും? ചെയ്തോണ്ടിരിക്കാണോ? റീഡ് ചെയ്തോ? കഴിഞ്ഞിട്ടില്ല കേൾക്കാൻ മാം. പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ, കഴിയുമ്പോ പറഞ്ഞാൽ മതി.
ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് ഇന്ന് കവർ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഭയങ്കര സ്പീഡായിട്ട് പോയതുപോലെ എനിക്ക് തോന്നിയില്ല. പക്ഷെ അത് സ്പീഡായിട്ട് പോവാറില്ല. ലൈഫ് മുതൽ ബർത്ത് വരെയുള്ള ടൈം പീരീഡുകൾ നോക്കണം. ഇതിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, ഇതിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഏത്, ലൈഫ് മുതൽ ബർത്ത് വരെയുള്ള സ്റ്റേജുകൾ, ആ ടൈം പീരീഡുകൾ, നമ്പർ ഓഫ് ക്രോമസോംസ്, സൈഗോട്ട്, ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എന്താ പറയാ സിംഗിൾ സെല്ലിൽ എന്താണ് പറയുന്നത്, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും. അതേപോലെ ഹെറിഡിറ്ററി ട്രെഡ്സ് കൺട്രോൾ ചെയ്യുന്ന ഫാക്ടർ എന്താണ്, അതേപോലെ കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഫെലോപ്പിയൻ ട്യൂബില് എത്ര ടൈമാണ് സ്പെൻഡ് ചെയ്യുന്നത്, എഗ് സ്പെൻഡ് ചെയ്യുന്നത്, അതേപോലെ ഇംപ്ലാന്റേഷൻ എന്താണ്, പ്ലാസന്റ് എന്താണ്, പ്ലാസന്റ് വഴി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ നമ്മൾ ഫെർട്ടിലൈസ്ഡ് ഓവം ന്യൂട്രിയൻസ് ഒക്കെ എങ്ങനെയാണ് റിസീവ് ചെയ്യുന്നത്, ത്രൂ ഏതാണ്, അതേപോലെ ഫസ്റ്റ് ഓർക്കിഡ് ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്നത് എന്താണ്. പിന്നെ പീരീഡുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹെഡിങ് തന്നെ പീരീഡുകളാണ് നോക്കുക. ഏത് മന്ത് മുതൽ ഏത് വീക്ക് മുതൽ ഏത് മന്ത് വരെ അങ്ങനെയൊക്കെയുള്ള ആ പീരീഡുകൾ കറക്റ്റ് ആയിട്ട് നോക്കുക. പിന്നെ ബർത്ത് നമുക്ക് എന്താ പറയാ എത്ര നോർമൽ വെയിറ്റ് ഉണ്ടാകും അത്രയും വരെ നന്നായിട്ട് നോക്കാം. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. നമ്മളത് കംപ്ലീറ്റ് ചെയ്യും. എല്ലാവർക്കും ക്ലിയർ ആണോ പോർഷൻ? ക്ലിയർ ആണ്. ഞാൻ എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീക്ക്? എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു? സാൻഡ് പേപ്പറിൽ ആൽഫബറ്റ്സ് ഉണ്ടാക്കി കാണിക്കാൻ പറഞ്ഞു. ആണോ? സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ആരൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്? അവരൊന്ന് പേരയക്കും മെസ്സേജ് ചെയ്തവര് കേട്ടോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ കാണിക്കാത്തവരല്ലേ? മിന്നു, ശാലിനി കേട്ടോ. ഓക്കെ, എനിക്ക് പേര് ചെയ്തെടുക്കാനുള്ളതാണ്. മിന്നു അല്ലേ കാരണം അത് കാണിക്കാണ്. മിന്നു മിന്നുടെ ക്യാമറ ഓൺ ചെയ്യാണ്. മിന്നു പ്രസന്റ് ചെയ്തോട്ടോ. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടാ. സാൻഡ് തന്നെ ചെയ്തോളാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. വീട്ടിൽ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? രണ്ടാളുണ്ട്. അവരൊക്കെ ഒന്ന് ചെറിയ കുട്ടികളാ? അല്ല, ഒരാള് ബിടെക്കിനും ഒരാൾ 6ലും. ഓക്കെ ഓക്കെ, ഞാൻ ചെറിയ കുട്ടികളാണ്. ചെറിയ കുട്ടികൾക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ആൽഫബറ്റ്സ് ഒക്കെ പഠിക്കുന്ന ടൈമിൽ ഇത് ഉണ്ടെങ്കിൽ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. അങ്ങനത്തെ നിന്ന് കഴിഞ്ഞാലാണ് ശാലിനി അല്ലേ? എന്റെ ശാലിനി. ഓക്കെ, പ്രസന്റ് ചെയ്തോ കേട്ടോ. ഓക്കെ, അത് സാൻഡ് പേപ്പർ ആണോ എഴുതിയിരിക്കുന്നതാണോ ശാലിനി? സാൻഡ് പേപ്പർ ആണോ ഇടാ? മ്യൂട്ടാണ്. ഒന്നും പറയണ കേട്ടൂടാ. ഓക്കെ മാം, കാണുന്നുണ്ടോ മാം? കാണുന്നുണ്ട്. ഇത് എഴുതിയിരിക്കുന്നതല്ലേ? എഴുതിയിരിക്കുന്നത് സാൻഡ് പേപ്പറിൽ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എന്റേതായ രീതി എനിക്ക് കിട്ടിയതിന് ഞാൻ അങ്ങനെ ചെയ്തതാണ്. ആണോ? സാൻഡ് പേപ്പറിൽ ചെയ്യണം കേട്ടോ. അറിയാമോ, ഇങ്ങനെ ചെയ്യണത് അടുത്ത ആക്ടിവിറ്റി ആണ്. നമുക്ക് ചാർട്ടില് ആൽഫബറ്റ്സ് എഴുതണം, ഇമേജും പേസ്റ്റ് ചെയ്യാന്നുള്ളത് വേറൊരു ആക്ടിവിറ്റിയിൽ വരുന്നതാണ്. എനിക്ക് 2 മാർക്ക് ഇടാൻ പറ്റില്ല.
സാൻഡ് പേപ്പറിൽ തന്നെ ചെയ്താൽ സാൻഡ് പേപ്പറിൽ ഇടാൻ പറ്റുള്ളൂ നമുക്ക്. അല്ലെങ്കിൽ ഗ്ലിറ്റർ സാൻഡ് പേപ്പർ കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ഗ്ലിറ്റർ പേപ്പറിൽ ചെയ്യണം. ഓക്കെ ഓക്കെ. അടുത്ത രാജേശ്വരി കേട്ടാ. രാജേശ്വരി അതെ രാജേശ്വരി. എനിക്ക് കുറച്ച് ടൈം തരും. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ്. ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ. രശ്മി രശ്മി മാം ഞാൻ അറേഞ്ച് ചെയ്തില്ല. കുഴപ്പമില്ല, കാണിച്ചാൽ കാണിച്ചാ മതി. മതിയോ? കാണിച്ചാ മതി മതി. ആ മതി. ആ ശരി. മാം ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഓക്കെ, അത് സാൻഡ് പേപ്പർ തന്നെയാണോ അവിടെ? ഗ്ലിറ്റർ പേപ്പറോ? ആ സാൻഡ് പേപ്പറാ. ഗോൾഡൻ കളറാണെന്നേ ഉള്ളൂ. ഗോൾഡൻ എവിടെ കിട്ടിയതാണോ? വാങ്ങിച്ചാണോ? ആ അതെ മേടിച്ചതാ. ഓക്കെ, അതിനെന്തെങ്കിലും ഇത് പറഞ്ഞോ? എല്ലാം എന്തെങ്കിലും പറഞ്ഞോ? സാൻഡ് പേപ്പർ ഗോൾഡൻ കളർ പറയില്ലേ സാൻഡ് പേപ്പർ അപ്പൊ അതിനെന്താ പേര് പറഞ്ഞത്? സാൻഡ് പേപ്പർ ആണെന്ന് ഞാൻ ചോദിച്ചു. ബ്ലാക്ക് ഉണ്ടോന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല, ഗോൾഡൻ ആണ് പറഞ്ഞു. ഗോൾഡൻ ആണ് പറഞ്ഞു. ഓക്കെ, ഗോൾഡൻ ആണ്. അധികാരം കാണാറില്ലേ ആ കളറ്? നന്നായിട്ടുണ്ട് കേട്ടോ. സാൻഡ് പേപ്പർ തന്നെ ഇത്. ട്രേസ് ചെയ്യപ്പോ അറിയാം. പക്ഷെ അധികം ആരും എടുക്കാറില്ല കളറ്, അതുകൊണ്ട് കിട്ടാറില്ല. അത് നന്നായിട്ടുണ്ട് കേട്ടോ. ആണോ? താങ്ക് യു. ലക്ഷ്മി കഴിഞ്ഞാൽ രമ്യ കേട്ടോ. ഞാൻ കാണിച്ചോട്ടെ. രാജേശ്വരി കാണിച്ചു. 1 മിനിറ്റ് ആണ് രമ്യ. രാജേശ്വരും കാണിച്ചിട്ട് കേട്ടോ. രാജേശ്വരി വർക്ക് ചെയ്യാണ്. അതെ. എവിടെയാണ്? ഒരു മിനിറ്റ്. അത് മുകളിലായിട്ട് ടോപ്പിലായിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. സെക്കൻഡ് നന്നായിട്ട് ജിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്താണ്? ജിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. കുഴപ്പമില്ല, വലിയ ജി പോലെ തോന്നും. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് കേട്ടോ. സാൻഡ് പേപ്പർ വിചാരിക്കുന്ന പോലെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അത് ഇത്തിരി കട്ട് ചെയ്തപ്പോ വലുതായി പോയി. കുഴപ്പമില്ല. അടുത്തത് രശ്മി കഴിഞ്ഞു. രാജേശ്വരി കഴിഞ്ഞു, രശ്മി കഴിഞ്ഞു, രമ്യ കേട്ടോ. ഓക്കെ മാം. ഓക്കെ. ബാക്ക് ക്യാമറ ആക്കാൻ എങ്ങനെയാ മാം? മുകളിലായിട്ട് ടോപ്പിലായിട്ട് ക്യാമറ ഓൺ ചെയ്തിട്ട് മുകളിൽ ടോപ്പിലായിട്ട് ടാരോ മാർക്ക് പോലെ ഉണ്ടോ? എവിടെ മാം? എന്റെ മുകളിലിടാ. നമ്മള് വന്നിരിക്കുന്നതിന്റെ ക്യാമറ ഒക്കെ കാണുന്നതിന്റെ മുകളിലായിട്ട്. ഫോണിന്റെ മുകളിലാ? ഫോണില് ടോപ്പില്. ഓക്കെ. നന്നായിട്ടുണ്ട് കേട്ടോ. സ്മോൾ ലെറ്റർ ആണ് ചെയ്തത്. സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ അപ്പുറത്തുണ്ട്. മക്കൾ ഓടി വരുമ്പോഴേക്കും എന്താ മാം? ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. രമ്യ. ജിസ്ന അല്ലേ? ഓക്കെ, പ്രസന്റ് ചെയ്തോടാ. മാം കാണുന്നുണ്ടോ? കാണാം. ഗ്ലിറ്റർ പേപ്പർ ഞാൻ ഇതുവരെ കാണിച്ചത് ആരുടെയും കണ്ടിട്ടില്ല. അപ്പൊ എങ്ങനെയാ അവര് വെച്ചേന്ന് കാണുന്നില്ല. എന്റെ വീഡിയോ അവരുടെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കാണിക്കാം. ഇത് സാൻഡ് പേപ്പർ അല്ല, ഗ്ലിറ്റർ പേപ്പർ ആണ്. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സ്മോൾ ലെറ്റേഴ്സ് കാണിച്ചരാം. കാണുന്നുണ്ടോ മാം? കാണാം. നന്നായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്.
താങ്ക് യു മാം. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് മതിയോ മാം? മതിയടാ. ഓക്കെ. കഴിഞ്ഞ സുബ. എന്താ പേര്? ഹായ് വാവ. ഹായ്. എവിടെയാണാ? വാവ പഠിക്കണോ? ഹായ് ഹായ്. എനിക്കൊരു അബദ്ധം പറ്റി. ഞാന് സ്മോൾ ലെറ്റർ പ്രാക്ടീസ് ചെയ്തല്ലേ? എടാ അത് എന്താ സംഭവം എന്നറിയാമോ? നമുക്ക് രണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട്. രണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട്. ചാർട്ടിൽ ചെയ്യാനുള്ളതാണ്. സ്മോൾ ലെറ്റർ ചാർട്ടിൽ ചെയ്യാനുണ്ട്. ഇടാൻ പറ്റിയ കട്ട് ചെയ്താ പോരെ? അങ്ങനെ ആക്കിയാ പോരെ? അതങ്ങനെ ആക്കിയാൽ മതി. ഓക്കെ, ഒരു ടൈം ചെയ്താൽ മതി കേട്ടോ. ശരി, താങ്ക് യു. ാണ് കഴിഞ്ഞതല്ലേ? അൽക്കം അല്ലെ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ച് അളക. ഇപ്പൊ ഞാൻ വീട്ടിലല്ല ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചത്. ഷെറീന. കേക്കുന്നുണ്ടാടാ? കട്ട് ചെയ്തിട്ടില്ല മാം, അങ്ങനെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ചാർട്ടിലാണ്. കട്ട് ചെയ്യാനുണ്ട്. കട്ട് ചെയ്തിട്ടില്ല എടാ, ഒരു കാർഡ് പോലെ ആക്കണം കേട്ടോ. ഓക്കെ ഓക്കേടാ. സ്മോൾ ലെറ്റർ ചെയ്തിട്ടുണ്ടല്ലേ? കാർഡ് ആക്കണം കേട്ടോ. ഓക്കെ. ജാൻസി. കാണാവോ മിസ്സേ? ഓനെ കാണാം. ക്യാമറ ഓക്കെ. അയ്യോ വലുതാണല്ലാടോ, ഒന്ന് ബാക്കിലോട്ട് ഇറങ്ങി കാണാനായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അത് ബുക്കി കാണിച്ചു തരുന്നതാണ്. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട്. വലിയ കാർഡുകളാണ്. എല്ലാം ചെയ്തോ? എല്ലാം ചെയ്തു. സ്മോൾ ലെറ്ററും ബിഗ് ലെറ്ററും എല്ലാം ചെയ്തു. ക്യാപിറ്റൽ ലെറ്ററും എല്ലാം. ആണോ? നന്നായിട്ടുണ്ട് കേട്ടോ. കാണിക്കാമേ സ്മോൾ ലെറ്റർ. ഓക്കേടാ. നന്നായിട്ടുണ്ട് കേട്ടോ. കാണാമോ മിസ്സേ? കാണാടാ. നന്നായിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. ഞാനും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കയറാൻ പറ്റുള്ളൂ. എന്താണ്? എനിക്ക് നെറ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ക്ലാസ്സിൽ ഞാൻ എനിക്ക് ലെഫ്റ്റ് ആവേണ്ടി വന്നു. ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കേറിയുള്ളൂ. ഞാൻ പ്രസന്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പൊ കേറിയുള്ളൂ. പ്രസന്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. പെട്ടെന്ന് ക്ലാസ്സിൽ കയറിയിട്ട് പിന്നെ എനിക്ക് ലെഫ്റ്റ് ആവേണ്ടി വന്നേ, നെറ്റ് ഇഷ്യൂ ആയിട്ടേ. ഹലോ കൊച്ചേ, പ്രസന്റ് ചെയ്യാനായിട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞത്. ഓക്കെയാണ് മിസ്സേ. അത് ക്യാപ്റ്റൻ ചെയ്യാം കേട്ടോ. പ്രസന്റ് ചെയ്തോ? പിൻ ചെയ്തിട്ടുണ്ട് റാണി അല്ലേ? എന്താ മിസ്സേ? പ്രസന്റ് ചെയ്തോ? ക്യാമറ ഓൺ ചെയ്യാ, പ്രസന്റ് ചെയ്യാം കേട്ടോ. കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ അടുത്ത ആക്ടിവിറ്റി സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസ് ആണ്. ഓക്കെ, ഇതാണ് സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസ്.
നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഗ്രീൻ കളറില്, ഇതാണ് ന്യൂമറിക്കൽസ്. സോ 1 മുതൽ എത്ര വരെ, 0 മുതൽ 9 വരെ വേണം. ഓക്കെ, എത്ര മുതലാണ്? 0 മുതൽ 9 വരെ വേണം. ഓക്കെ അല്ലേ? പ്രിപ്പയർ ചെയ്യാലോ? മിസ് ഇപ്പോ ഹലോ, എന്താ മിസ് ഞാൻ പ്രസന്റ് ചെയ്യട്ടെ? പ്രസന്റ് ചെയ്തോ? മിസ് ഞാൻ സുബിതയാണ്. പ്രസന്റ് ചെയ്തോടാ. ക്യാമറ ഇതായി, ഒന്നുകൂടി ക്യാമറ ഓൺ ചെയ്യുക. റൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ മുന്നേ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, മുകളിലായിട്ട് കേട്ടോ, മുകളില്. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ കാണാതെ നന്നായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ പോയി. ഓക്കെ, നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഏതാണ്? ന്യൂമറിക്കൽസ് ആണ്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസ് എല്ലാവർക്കും ചെയ്യാമല്ലോ? അടുത്ത ആഴ്ചത്തേക്ക് ടച്ച് ചെയ്ത് കുട്ടികൾ സെൻസ് ചെയ്താണ് ഇവിടെ നമ്പേഴ്സ് പഠിക്കുന്നത്. സോ നമ്മൾ അവരെ കൊണ്ട് കറക്റ്റ് ചെയ്തത് കയ്യിൽ പിടിച്ചത് എഴുതേണ്ട കാര്യം വരുന്നില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് ട്രെയിൻഡ് ആവാണ്. ഓക്കെ, സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസ് നമ്പേഴ്സ് ആണ്. സാൻഡ് പേപ്പർ നമ്പേഴ്സ് ആണ് കാണുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഡേറ്റ് നെക്സ്റ്റ് വീക്ക് പോലെ, നെക്സ്റ്റ് മൺഡേ. അധികമില്ലല്ലോ, ന്യൂമറിക്കൽസ് മാത്രമല്ലേ ഉള്ളൂ, നമ്പേഴ്സ് മാത്രമല്ലേ, 9 കാർഡല്ലേ പ്രിപ്പയർ ചെയ്യാനുള്ളൂ. കുഴപ്പമില്ലല്ലോ, ചെയ്യാലോ. കാരണം നമുക്ക് ഒത്തിരി ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് അധികം ഗ്യാപ്പ് വരാറില്ല, കാരണം സിമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ലേ. നെക്സ്റ്റ് മൺഡേ എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ട് വരാം, ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. ഓക്കെ, കറക്റ്റ് ആയിട്ട് എല്ലാവരും അന്ന് തന്നെ പ്രസന്റ് ചെയ്യണം. ഓക്കെ അല്ലേ? മിസ്സേ എനിക്ക് ചെയ്യാൻ ക്യാമറ ഓണാക്കാൻ പറ്റാഞ്ഞിട്ടോ മിസ്സേ. ശരിയാ, അടുത്ത പ്രാവശ്യം ഒന്ന് ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് ഒന്നത് ചെയ്ത് നോക്കണം കേട്ടോ. ക്യാമറ ഓൺ ചെയ്ത് റൊട്ടേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മിസ്സേ, കാണിക്കട്ടെ? ചെയ്തു പ്രസന്റ് ചെയ്തോ കേട്ടോ. ഈ ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റ് ഒന്നും കേട്ടോ. ഇതിന് മുമ്പത്തെ ചാപ്റ്ററിന്റെ കിട്ടിയിട്ടില്ലേ? അപർണ പ്രസന്റ് ചെയ്തോട്ടോ. അറേഞ്ച് ചെയ്തിട്ടില്ല മിസ്സേ, കാണിച്ചാണ്. ഓക്കെ ഓക്കേടാ. സ്മോൾ ലെറ്ററോ? ഓക്കേടാ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണിക്കട്ടെ? കാണിച്ചോടാ. ഓക്കെ, അറേഞ്ച് ചെയ്തിട്ടില്ല. കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ടുണ്ട്. ഓക്കേടാ. ഓക്കെ, മോക്ക് ടെസ്റ്റ് നമ്മള് ചൈൽഡ് വെൽഫെയറിന്റെ കിട്ടിയില്ലേ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ്? ചൈൽഡ് വെൽഫെയറിന്റെ മോക്ക് ടെസ്റ്റ് കിട്ടിയോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? ഒന്ന് റെസ്പോണ്ട് ചെയ്യും പിള്ളേരെ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഇല്ലാന്ന് പറയുന്നുണ്ട്. സോറി. ഓക്കെ, ചൈൽഡ് ഡെവലപ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ സോറി, ചൈൽഡ് വെൽഫെയറിന് കിട്ടിയിട്ടുണ്ട്. ചൈൽഡ് ഡെവലപ്മെന്റ് ഇന്ന് ഇടും കേട്ടോ. ഓക്കെ, ചൈൽഡ് വെൽഫെയർ 8th യൂണിറ്റ് ആണ്. പാർട്ട് 1 8th യൂണിറ്റ് ആണ് ചൈൽഡ് വെൽഫെയർ. യൂണിറ്റ് 1 ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്. ഞാനൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട്
എന്തെങ്കിലും മോക്ക് ടെസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ അകത്തേക്കാം. ഓക്കെ, ദെൻ നമ്മള് സൈൻ ഔട്ടിലേക്ക് വരാണ്. ആരാണ് സൈൻ ഔട്ട് പറയുന്നത്? ഞാനാണ് മാം. പറഞ്ഞോളൂ. We all thank teacher Aparna for teaching us today. May God bless the teacher who teaches us new things every day and those of us who understand them. Thank you, teacher Aparna. Thank you so much. Thank you. Thank you.